ആൾക്കാരെ വെൽക്കം ബാക്ക് ടു ഇറ്റ്സ് വേൾഡ്. ഞങ്ങളുടെ സ്വന്തം കൊച്ചുമലയാളി. ഇന്നത്തെ വീഡിയോ നമ്മുടെ ബട്ടർ മേക്കർ എന്നൊരു കാര്യം വെച്ച് പിന്നൂലെല്ലാം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. അത് നമ്മുടെ ലൈബ്രറിയിലുള്ള കാര്യമാണ്. അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കേണ്ട എന്താണത് കാണിക്കാൻ പോയാൽ ആണ് ബട്ടർ മേക്കർ. ഇതാണ് ബട്ടർ മേക്കറിൻ്റെ പാർട്ട്. ഇതാണ് നമ്മുടെ പേപ്പറെല്ലാം കട്ടൗട്ട് ചെയ്യുന്ന പാർട്ട്. പിന്നെ ഇതാണ് സിസറിലെല്ലാം യൂസ് ചെയ്യുന്നത്. ഇതാണ് മൈലർ കാര്യമാണ്. ഇത് ക്ലിയർ ആയി യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഷെല്ല് പോലെ ഇതാണ് എൻ്റെ പിൻ്റെ പാർട്ട് പോലെ. പിന്നെ നമുക്ക് ഡിഫറെൻറ്റ് ബുക്സിലാണ് ചൂസ് ചെയ്യാൻ നമ്മൾ ഉണ്ടാക്കുന്നതെല്ലാം. പിന്നെ ഇതാണ് എൻ്റെ ഫ്രണ്ട് ഉണ്ട്, ഐസക് എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ടാക്കിയതാണ് ഇത്. അപ്പോൾ അത് അങ്ങനെയാണ് നമ്മുടെ ഫിനിഷ് പ്രൊഡക്റ്റ് ഇങ്ങനെയാണ് ഇരിക്കാൻ പോകുന്നത്. ബാക്കിൽ അത് വെച്ച് യൂസ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാം. അപ്പോൾ ഇത് സ്റ്റാർട്ടിങ് നമുക്ക് ഒരു പിക്ചർ കണ്ടുപിടിക്കണം. ഞാൻ ഈ ബുക്കാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ ബുക്ക് ആനിമൽസിൻ്റെ എല്ലാം. എൻ്റെ അടുത്ത് ഒരു ബേർഡോ അല്ലെങ്കിൽ പാരറ്റോ ഞാൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതായിരിക്കും ചെയ്യാൻ പോകുന്നത്. അതെ, ഈ യെല്ലോ പക്ഷീനെ ചെയ്യാം. അത് കട്ട് ചെയ്തിട്ട് ഇപ്പോൾ കാണിക്കാം. ഇപ്പം ഞാൻ ഇത് കട്ട് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോടെ ഇത് കയറ്റാം. ഇത് നമുക്ക് ഒരു സ്പെസിഫിക് സർക്കിൾ പോലെ ആവത്തേ ഉള്ളത്. അപ്പം അതൊന്നും എടുക്കുന്നില്ല. ഓക്കെ, ഇനി നമുക്കിത് കട്ട് ചെയ്ത് ഇത് ഇച്ചൂടെ ഇങ്ങോട്ട് താക്കാം. ഇപ്പം പക്ഷിനെ പങ്കിട്ടാൻ ഓക്കെ. ഇത് യെല്ലോ പടം ചെയ്ത പറഞ്ഞ പോലെ ഞാൻ ഇങ്ങോട്ട് താഴോട്ട് ഞാൻ പുഷ് ചെയ്യുമ്പോൾ ഇപ്പോൾ അത് കട്ടായ ഭാഗം കട്ടാക്കി ഇതിനെ പൊക്കിയാൽ മതി. ബാക്കി റെസ്റ്റൊന്നും ഇല്ലത്. ഇപ്പം നമ്മളിത് ഫസ്റ്റ് സ്റ്റെപ്പ് ഈ ഷെല്ല് കാര്യം നമ്മളിത് ഇങ്ങനെ വെക്കും. ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ പിക്ചറില്ലേ, നമ്മുടെ പിക്ചർ നമുക്ക് എങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടത്. നമുക്ക് പിക്ചർ ഇങ്ങനെയാണെങ്കിൽ ഫേസ് ചെയ്യേണ്ടത്. എനിക്കിപ്പോൾ നമുക്ക് ഇങ്ങനെയാണെങ്കിൽ ഫേസ് ചെയ്യേണ്ടത്. അങ്ങനെയൊക്കെ നമ്മൾ ബട്ടർ ഇരിക്കാൻ പോകുന്നത്. പിന്നെ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുണ്ട്. എനിക്ക് ഇങ്ങനെ മതി. അപ്പം അങ്ങനെ ഇടാൻ ഞാനിപ്പം അതുകൊണ്ട് നമ്മുടെ ഈ പ്രൊട്ടക്ഷൻ ലെയർ ഈ മൈലാറുണ്ട് അതിൻ്റെ മുകളിലോട്ട് വെരി തിന്ന ക്ലിയർ പോലെയാണ്. അതവിടെ വെക്കും. പിന്നെ ഇതാണ് നമ്മുടെ പിൻ പാർട്ട്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ഇത് നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ട് വെക്കും. ഓൾവേസ് ഇവിടെ ഇതിലൊരു സർക്കിൾ പാർട്ടുണ്ട്, കാണും അറിയത്തില്ല. ആ സർക്കിൾ പോലെ ഇരിക്കുന്ന പാർട്ട് ഓൾവേസ് ഈ റൈറ്റ് ഫേസ് ചെയ്യണം. അപ്പോൾ അല്ലെങ്കിൽ അത് എന്തോ കുളമാവും. അപ്പോൾ അങ്ങനെ വെച്ചേക്കുക. ഇതിപ്പോൾ ഹാർഡ് പുഷ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് അതാ പോകേണ്ടത്. ഹാർഡ് പുഷ് ഓക്കെ. അത് പുഷ് ചെയ്തു. ഞാൻ അത് പൊക്കി. അപ്പോൾ അതിവിടെ പോയി. അത് ഇതിൻ്റെ അകത്തോട്ട് പോയി, മുകളിലോട്ട് ഇതിൻ്റെ അകത്തോട്ട് പോയി. നമ്മൾ ഇതിങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്ത് ഇതങ്ങോട്ട് വെക്കുമ്പം ഇത് നമ്മൾ ചെയ്യുമ്പം അങ്ങനെയാണ് നമ്മൾ ഫൈനൽ പ്രോഡക്റ്റ് വരുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റിനേക്കാളും ഡിഫറെൻറ്റ് പുഷാണ് ചെയ്യണം, ഹാർഡറായിട്ട് പുഷ് ചെയ്യണമായിരുന്നു. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ്. ഞാൻ ചെയ്യുമ്പോൾ അതിൻ്റെ തരി ഭാഗം പോയത് ഞാൻ ഉണ്ടാക്കിയപ്പോൾ. പക്ഷേ ഞാൻ ട്രൈ ചെയ്തത് ഇതിൻ്റെ 3rd 4th ടൈം ട്രൈ ചെയ്തത്. പക്ഷേ ഓക്കെ ആണ് തോന്നുന്നത്. ഇനിയും ടാറ്റ ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.